പോവാ. പതുക്കെ കിട്ടേട്ടാ, കുഴപ്പമില്ല. അങ്ങനെ നീ വിട്ടോ സമയം കേട്ടോ, അത് കിട്ടില്ല. നീ അപ്പുറത്തേക്ക് ആ വഴിയൊക്കെ കണ്ണ വഴിയില്ല, ഗ്ലാസ് മരത്തിന്റെ ചില്ലയൊക്കെ അടിച്ചിട്ട് അണ്ണാറക്കണ്ണ പാട്ട് കഴിയില്ലേ, പാട്ട് കഴിയുമ്പോ കറക്റ്റാ വണ്ടി ഓടിച്ച് വരുന്ന വഴി ഏതൊക്കെയാ. ഈ വഴി വ്യൂ പറഞ്ഞില്ലേ, അത് ആ കാണുന്ന പാറയില്ലേ, അവിടെ നിന്ന് ഈ എനിക്ക് കാണാൻ പറ്റും. നേരെ പോയി മറ്റേ റോഡ് നേരെ സന്ദേശം കാറ്റ് റോമിങ്ങാണ് അതിന്റെ മെസ്സേജാണ്. ഓ, തമിഴ്നാട്ടിൽ കയറിയാ? തമിഴ്നാട്ടിൽ കയറണ്ടായിരുന്നു നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറൊക്കെ നടക്കണായിരുന്നുണ്ട്, പ്രതിഷേധിക്കണമായിരുന്നു നമ്മൾ. അന്യായമല്ലേ പിന്നെ ചെയ്യണേ? അല്ല, നമുക്ക് നമുക്ക് നാട്ടിലില്ലാണ്ടാണ് അത് വേറെ വരും. തണുപ്പായ വിളിച്ച നമ്മൾ ആ സ്പോട്ടിലെത്തിരിക്കും. നമ്മുടെ ഒന്നിച്ചോർന്ന വണ്ടിക്കാരല്ലോ നാല് പേരും കറങ്ങിയില്ലെങ്കിൽ വഴിയൊന്നും കയറി വരാൻ പറ്റില്ലേ. ഓർമ്മ പോണം, അവിടെ കയറിയില്ല. നേരത്തെ റോഡ് കുഴപ്പമില്ലായിരുന്നു, മഴ കഴിഞ്ഞിട്ട് ഭയങ്കര മോശം ചെയ്തു വണ്ടി ഓടിയില്ല. എല്ലാവരും ചിന്തിക്കും അവിടെ അവിടെ എത്തണവരും എല്ലാവരും ചിന്തിക്കും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മിക്ക ആൾക്കാരില്ലേ ജീപ്പിൽ പോകാൻ പറയുമ്പോൾ ഒരു പട്ടിയിലായിരിക്കും കൂടുതൽ ആൾക്കാർ. ചില ആൾക്കാർ ഈ നേരത്തെ 19 ആൾക്കാരൊക്കെ വരാണ്. നമ്മളൊക്കെ ഓട്ടം ക്യാൻവാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കോട്ടയക്കാരിൽ അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞ് അവിടെ അത് വന്നാൽ എന്തായാലും നിങ്ങൾക്ക് നന്നായല്ലേ. ഞങ്ങളുടെ മെയിൻ ഓട്ടത്തല്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലം മാൻകാറാവട്ട് വേറെ സ്ഥലമുണ്ട്. എനിക്ക് നമ്മുടെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു 14 കിലോമീറ്റർ മുകളിൽ പോകണം. നമ്മൾ വന്ന വഴിയില്ലേ, ഈ വന്ന വഴി ഒന്നുമില്ല. അതാണ് ശരിക്കും ഓഫ് റോഡ്. അതായത് സീ ലെവലിൽ നിന്ന് 4500 അടി ഹൈറ്റ് വേണം. എനിക്കത് നമുക്ക് ഒരു 5 കിലോമീറ്ററിൽ 2500 അടി ഹൈറ്റിൽ കയറും. അത്രയും ചീപ്പായിട്ട് അത് നെറ്റിലൊക്കെ നോക്കി കാണാൻ പറ്റും. പാറയുടെ മുകളിലൊക്കെ ഇല്ലേ ജീപ്പുകൾ ഫ്രണ്ടിലും മുകളിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഫോട്ടോസ് നാളെ കയറാൻ പറ്റും നമുക്ക്. അത് ഇപ്പൊ കടത്തിവിടുന്നില്ല, 1.5 വർഷം വർക്ക് ചെയ്തിട്ട് ശരിക്കും നല്ല അടിപൊളിയാണ്. നല്ല ഓട്ടം കുറവ്
ബസ്സിന് ചാർജ് ചെയ്യലോ ആരെങ്കിലും ശരിക്കും നമ്മൾ ചില ആൾക്കാർ അതൊക്കെ ആരും അറിയില്ല വണ്ടിയിൽ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡിന്റെ വണ്ടിക്കാർ ഇപ്പോഴും പറയില്ല അത്രയും രഹസ്യമായിട്ട് പോകില്ല നമ്മൾ നേരത്തെ അവിടെ വിളിച്ച് റെഡിയാക്കിയിട്ട് വെളുപ്പിന് കയറിക്കണ പോലെ നമ്മുടെ സെന്ററിലൊരു കുന്നാണ് ആ കുന്നിന്റെ മുകളിൽ വണ്ടി അതല്ല നല്ല വ്യൂ നമുക്ക് തമിഴ്നാട് പോകുമ്പോൾ നമ്മൾ ആ ഉടുൽപ്പേട്ടിലെ കാറ്റാടിയില്ലേ ആ കാറ്റാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കാറ്റാടി അവിടെ നിന്ന് കാണാൻ പറ്റും കാണാൻ പറ്റും ഞാൻ പോയിട്ടുണ്ട് അവിടെ കാറ്റാടി ഉണ്ട് ലോങ് സൈറ്റ് അത് അത് അടിപൊളി സംഭവം ഉണ്ടോ കാറ്റാടിയിൽ അത് കാണാൻ പറ്റും ഇവിടെ മൂന്നാർ ചിന്നാർന്ന് അമരാവതി ഡാം കയറി ഒന്ന് വന്നു കഴിയുമ്പോൾ ഈ കാറ്റാടികളൊക്കെ കാണാൻ പറ്റും കാറ്റാടി യന്ത്രം അത് തന്നെ ഏതാണ് അതല്ലേ ഞങ്ങൾ അത് രാവിലെ വന്നാൽ നേരെ താഴോട്ട് ഇറങ്ങാം അതിൻ്റെ കുറച്ച് നടന്നില്ല നല്ലൊരു കുഞ്ഞോട് വരും നമ്മൾ ജസ്റ്റ് ആൾക്കാരെ നടത്തുള്ളൂ അപ്പോൾ അതിലേക്ക് കാട്ടുകൂടാണ്